ഇതെന്നാ വില? 1 ರೂಪಾಯಿ ಪ್ಲೇಟ್ 100 rupees. മീനെന്താ ഐക്കൂറ? ಐಕೂರು ಇಲ್ಲ 1 ರೂಪಾಯಿ. അത് ശരി, ഒരു പീസിന് 100 രൂപ. പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകട്ടോ മീനിൻ്റെ വലിപ്പനുസരിച്ച്. കരുണാനിധിയിൽ കൂടി സെൽഫി എടുക്കണമെങ്കിൽ അവർ ബുക്സും, അതായത് അവരെ ഓഫീസിലുള്ള മാതിരി തന്നെ ഒരു സെൽഫി കിട്ടും. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ കൊള്ളാം പരിപാടി. സെൽഫി എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത് വാട്സപ്പിലോട്ട് ഈ ഫോട്ടോ വരും. ഇതവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട്. പുള്ളിയായിട്ടൊരു ഇൻട്രാക്ഷൻ നമുക്കിവിടെ വേണമെങ്കിൽ ഇരുന്ന് നടത്താം. അണ്ണാദുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തമിഴ്നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അയാൾ ഒരു തമിഴ്നാടിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, DMK. അങ്ങനെ ഇയാൾ തമിഴ്നാടിൻ്റെ ദൈവം പോലെ മഹാത്മാഗാന്ധിയൊക്കെ പോയി. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരായിരുന്നു നമ്മുടെ MCRഉം കരുണാനിധിയും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കാലത്ത് തെറ്റി MCR അണ്ണാ DMK ഉണ്ടാക്കി, ADMK. മറ്റൊരു വെറും DMK. അതാണ് ഇതിൻ്റെ പച്ച. ശരി, അണ്ണാദുരയാണ് സ്ഥാപക നേതാവ് അല്ലേ? അത് വളരെ ചെറുപ്പം, അതിലും കുറച്ച് മുതിർന്ന പ്രായമാണത്. പണ്ട് നാടകം ഒക്കെ ആയിട്ട് തിരക്കഥയൊക്കെ ആയിട്ട് നടന്നിരുന്ന കാലഘട്ടം എന്നുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇതൊക്കെ പഴയ കാലത്തുള്ള ഇതൊക്കെ പെയിൻറ്റിംഗ് ആണ്. പക്ഷേ ഇതൊക്കെ ഒറിജിനൽ ഫോട്ടോസ് ഒന്നുമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രെയിനാണ്. ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കരുണാനിധി വന്ന് ഇവിടെ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയത് മുതൽ അദ്ദേഹം മരിക്കുന്നവരെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ട്രെയിനിലിരുന്ന് ഒരു വിഷ്വലി ട്രെയിൻ പോകുന്ന കൂടെ തന്നെ നമുക്ക് ആ ചരിത്രം നമുക്ക് കാണുകയും ചെയ്യാം. ഗുഡ് മോർണിംഗ്. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസമായിട്ടോ ചെന്നൈയിൽ വന്നിട്ട്. മറീന ബീച്ചിൽ പോയിട്ട് സ്മൃതി മണ്ഡപമൊക്കെ എടുത്തായിരുന്നു ജയലളിതരൊക്കെ. ഇന്നലെ അവിടെ നിന്ന് മിസ്സായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് കരുണാനിധിയും അതുപോലെ തന്നെ അണ്ണാദുരയുടെയും മ്യൂസിയം ഉണ്ട്, സ്മൃതി മണ്ഡപമുണ്ട്, സമാധി. അപ്പോൾ അത് എടുക്കുക എന്നുള്ളതും, പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ റോഡിലൂടെയൊക്കെ നടന്ന് നമ്മൾ ട്രിപ്ലിക്കാനയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ പോകണം എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ സമയം ഏകദേശം 9:30 മണിയായി. ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. എവിടെ നേരിട്ട് പോകണം? നമ്മളാ മലയാളി ഹോട്ടലിൽ പോകാം. രാവിലെ ആൾക്കാർ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവിടെ തട്ടുകടയൊക്കെ നല്ല ആക്റ്റീവ് ഉണ്ട്. രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തട്ടുകട ആക്റ്റീവ് ആകും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ കടകളൊക്കെ തുറക്കുമ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 മണിക്കാവും. പിന്നെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ സ്ട്രീറ്റ് കണ്ട, ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണർന്നു വരുന്നുള്ളൂ. ഈ കാണുന്നതാണ് ട്രിപ്ലിക്കാന പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കയറി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നടക്കാനാണെങ്കിൽ 10 മിനിറ്റ് ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റോപ്പാണ്, മറീന ബീച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്, മലയാളി ഹോട്ടലാണ്, ഐവറി സ്നാക്സ്. ഇവിടെ ഇഡ്ഡലി കിട്ടിയില്ല അതുകൊണ്ട് നല്ല ഇഡ്ഡലി ഉണ്ട്, വലിയ ഇഡ്ഡലി അല്ലേ. അപ്പോൾ ഞാൻ ദോശ കഴിച്ചു. 2 ഇഡ്ഡലി 1 ദോശ. 2 ഇഡ്ഡലി 1 ദോശ സെറ്റ് 2 ചായ. 74 രൂപ. വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വരും. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ക്രോസ് ചെയ്ത് പോകണം. ക്രോസ് ചെയ്തിട്ട് ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധിയുടെ അവിടെ പോയിട്ട് ഇറങ്ങണം. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നടക്കും, കുഴപ്പമില്ല, വണ്ടി ബ്രേക്ക് പിടിച്ചോളും. പക്ഷേ ഇവിടെ വണ്ടിയല്ല ബ്രേക്ക് പിടിക്കുന്നത്, നമ്മളെ ബ്രേക്ക് പിടിക്കുക. അവർക്കാണ് തിരക്ക്, കുത്തി അങ്ങോട്ട് കയറ്റൂടാ. അതുകൊണ്ട് ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിഗ്നലിൽ മാത്രം നിന്നിട്ട് സീബ്ര ലൈൻ വഴി തന്നെ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടുക. ഈ സ്ട്രീറ്റ് വലജ സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. നേരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇതാണ് സിഗ്നൽ. ട്രിപ്ലിക്കാന ട്രെയിൻ പോണത് ട്രിപ്ലിക്കാന ഹൈ റോഡാണ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, ഒരാൾ ഞാൻ വിചാരിച്ച ഏതായാലും വലിയ ഓഫീസിലിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ്. അയാളുടെ ഡ്രസ്സേ പകുതി കറുപ്പും പകുതി ചോപ്പും, ഷർട്ടും അങ്ങനെ തന്നെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണാം ആ ഡ്രസ്സ്. പക്ഷേ അതല്ല സംഭവം. അതായത് DMKയുടെ ഇന്നലെ എന്തോ മീറ്റിംഗ് നടക്കുമ്പോൾ, മീറ്റിംഗ് നടന്നിരുന്നു ഇവിടെ. അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ DMK പാർട്ടിക്കാർ തയ്പ്പിച്ചു കൊടുക്കുന്ന ഡ്രസ്സാണത്. പൊടി നമ്മളെ നാട്ടിൽ CITU ഒക്കെ കണ്ടല്ലേ, റെഡ് കളർ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതുമാതിരി ഇവിടെ അവർ തയ്പ്പിച്ചു കൊടുക്കുന്ന ഡ്രസ്സാണ്. അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നോണ്ട് മിസ്സിംഗ് ആയിട്ട് പറഞ്ഞാണ്. ഞങ്ങൾ ഏതോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല, DMKയുടെ ഏതെങ്കിലും ഇവിടുത്തെ സംഘടന ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റൈലിൽ ആളെ കണ്ടത്. അപ്പം നടന്ന് ഒരു 3 മിനിറ്റ് നടക്കാവുള്ളൂ കേട്ടോ. അവിടെ നടന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തി. ഇത് വേറൊരു കൂടി മഞ്ഞ
പാർട്ടി കൊടിയല്ലേ ഉറപ്പടാ? ഇത് ഏതോ പാർട്ടിയിലാണ്, അല്ലാണ്ട് ഇങ്ങനെ കൊടി കൊണ്ട് കൂട്ടില്ല ഇവിടെ. വ്യാപാരി വ്യവസായിയുടെ മാതിരി നമ്മളെ നാട്ടിലെ വ്യാപാരി വ്യവസായിയുടെ കൊടിയൊന്നും ഉള്ളത്. ചെന്നാൽ ഈ ഒരു ഒറ്റ ഏരിയയിലുള്ള കണ്ട, ഈ ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടില്ല, കുറച്ചത് അവിടം വരെ. ഈ ബസ്സിൽ മിനിമം ചാർജ് 11 രൂപ വേണ്ട. സ്മൃതി മണ്ഡപം വേണ്ട, അടുത്ത പോവാം. ആ വരുന്ന ബസ്സിൽ പൈസ കുറവാണ്. എനിക്ക് തോന്നുന്നു ആ ബസ് പോയി കേട്ടോ. കൈ കാണിച്ചു നോക്കിയാൽ മിക്കവാറും എല്ലാ ബസ്സും പോവും. ഇത് മിക്കവാറും പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. 12 രൂപ കേട്ടോ അണ്ണാ സമാധിയിലോട്ട്. 2 പേർക്ക് 12 രൂപ, ഒരാൾക്ക് 6 രൂപ ഉള്ളൂ അല്ലേ? കിലോമീറ്റർ കുറവ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ഇവിടെ ഉണ്ടാകും, മറ്റേ ജയലളിതയുടെ MGRൻ്റെ ഒക്കെ ശവകുടീരം, സ്മൃതി മണ്ഡപം, സമാധി എന്നൊക്കെ പറയാം. ഇപ്പുറത്താണ് നമ്മൾ ഇനി അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ശരി, ഇവിടെയാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെയാണ് അണ്ണാദുരയുടെയും കരുണാനിധിയുടെയും സമാധികൾ. അണ്ണാദുരൈ എന്ന് പറഞ്ഞാൽ DMK പാർട്ടി രൂപീകരിച്ച ആളെ ശിഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കരുണാനിധിയും MGRും. ഇവിടെ നമ്മൾ ഈ പില്ലറിൽ എഴുതിയിട്ടുണ്ട് കലൈഞ്ഞർ കരുണാനിധി മെമ്മോറിയൽ. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു വെങ്കല പ്രതിമ. ഇതാറിയാട്ടത് കമ്പർ രാമായണം എഴുതിയേക്കണത്. ഇതാണ് ഇളങ്കോ അടികൾ. ഇയാള് കുറെ കാവ്യങ്ങളും ഒക്കെ രചിച്ചിട്ടുണ്ട്. ചിലപ്പതികാരം ഞാൻ കൊടുങ്ങല്ലൂര് എഴുതിയിരുന്നത്. കൊടുങ്ങല്ലൂർ സ്റ്റോപ്പിലുണ്ട്, തിരുവള്ളൂർ സ്റ്റോപ്പിലുണ്ട്. അത് ഇയാളെ വരില്ല അല്ലേ? കൊള്ളാം, അതൊരു പുതിയ അറിവാണ് കേട്ടോ. ഇത് അണ്ണാദുരയുടെ പ്രതിമയാണ്, ചെറുപ്പകാലം പ്രതിമയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, തമിഴിലാണ്. ഞാൻ ഇവിടെ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്ത് രസമാണല്ലോ ഈ സ്ഥലം. ഉണ്ടോ? നമ്മൾ താജ്മഹൽ സൈഡിലൊക്കെ പോകുന്ന മാതിരി ഇരിക്കണം ഇവിടെ. 2024 ഈ പ്രതിമ വന്നത്. ഇവിടെ ആനക്കൊമ്പുമാരി സിമെൻറ്റിലാണ് തോന്നുന്നുണ്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആനയുണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അണ്ണാദുരയുടെ സമാധിയാണത്. കരുണാനിധിയുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്, ഇവിടെ ഫോട്ടോ ഇല്ല. ഇവിടെ നമ്മൾ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പേരാരിഗ്നാർ എന്ന മെമ്മോറിയൽ. ഇത് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല എന്നുണ്ട്. ഇവിടെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്, വെങ്കല പ്രതിമ. ഇവിടെ കരുണാനിധിയൊക്കെ അവരായി ഇവിടുത്തെ ഡെവലപ്മെൻറ്റില്ല, തമിഴ്നാട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കും. പിന്നെ അവരെ കോട്ടിങ് ഒക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് മാർബിളിൽ കൊത്തി വെച്ചേക്കുന്നത് കുറേ ഉണ്ട്. ഇങ്ങനെ അതൊരു നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ആളുടെ സൈനാണ് കേട്ടോ കരുണാനിധി. ഇതിന് അണ്ണാ ലൈബ്രറി. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടല്ലോ, കുറേ ബുക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തുറന്നിട്ടില്ല എന്നുണ്ട്. ഡോക്ടർ MG രാമേന്ദ്രൻ, അണ്ണാ സ്ക്വയർ, മദ്രാസ്. ഇവരൊക്കെ കവികളായിരുന്നല്ലേ ആദ്യം? ആദ്യം ഈ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കാണുന്നതാണ് മ്യൂസിയം, അണ്ണാ മ്യൂസിയം. ഇവിടെയൊക്കെ എന്ത് ഭംഗിയായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ. നല്ല രസകരമായിട്ട്. എത്ര പണിക്കാരാണെന്ന് അറിയോടാ? മിനിറ്റിന് ഇവിടെ നിന്ന് നല്ല സാലറി ആയിരിക്കും അടിക്കാനും തുടക്കാനും. പിന്നെ ആ മാർബിളൊക്കെ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞായറാഴ്ച എന്നല്ല, ഇവിടെ ഒരുവിധ ആൾക്കാരുണ്ട്. ശരിക്കും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അത്. ഇവിടെയും ഫോട്ടോ വീഡിയോ ഒന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഉള്ളിൽ കയറുമ്പോൾ അറിയാൻ വരും. പേരാരിഗ്നാർ അണ്ണാ മ്യൂസിയം. ഇതാണ് അണ്ണാദുരയുടെ. ആളുടെ കുറേ സിനിമകൾ, ആളും സിനിമയും നാടകമൊക്കെ ആയിരുന്നു തോന്നുന്നു പരിപാടി. കുറേ ഫോട്ടോസും MGR ആയിട്ടും ഒക്കെയുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ പഴയ കാലത്തിലെ ഏത് കൊല്ലം മുമ്പുള്ളതാണെന്ന് അറിയാതൊക്കെ നിറയെ തന്നെയാണ്. ഫോട്ടോസ് മാത്രമാണ് അവിടെ.
അത് ശരി നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ? ഇതാളെ അമ്മയാണെന്ന് തോന്നല്. ഒക്കെ തമിഴിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവണില്ല. ഏതാ തമിഴിലെ ശാകുന്തള അല്ലേ? ഇതൊക്കെ എത്രയോ കാലഘട്ടം മുമ്പുള്ള ഫോട്ടോസാണ്. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഓരോ പുരസ്കാരങ്ങൾ കിട്ടിയത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ജയലളിത അതേമാതിരി തന്നെ. ഇത് കരുണാനിധി. ഇത് ഒരുപാട് കൊല്ലങ്ങളായില്ലേ മരിച്ചു പോയിട്ട്? സെയിൽ സിംഗ്. ഇത് കരുണാനിധി അല്ല? ഇത് ഈ കാണുന്നത് പഴയ കരുണാനിധിയിട്ടാണ്. ഇതാണ് അണ്ണാദുരൈയുടെ ഒറിജിനൽ പടം. ഇവിടെ അധികം നിന്ന് സമയങ്ങളിങ്ങനെ കാര്യമില്ല, ഒന്നും മനസ്സിലാവണില്ല. അതൊക്കെ പഴയ ആ സ്പോർട്സിലൊക്കെ ഉള്ള സമയത്ത്. ഇത് അന്നത്തെ ഈ പോസ്റ്റ് കാർഡും താളിയോലകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാത്രം ഇരിക്കണമെങ്കിൽ ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പാത്രം, കത്തിപ്പിടി, കണ്ണട, പിന്നെ അവരുപയോഗിച്ചിട്ട് ഡ്രസ്സ്. കൂടാതെ ഇന്ദിരാഗാന്ധിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതൊക്കെ കരുണാനിധിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസാണ് കൂടുതലും ഇതിനകത്തുള്ളത്. ഇവിടെ ഒരു വെങ്കല പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അന്ന് ആള് എഴുതിയിരുന്ന ബുക്സ് കണ്ടെന്ന് തോന്നുന്നുണ്ട്. ബുക്സ് പബ്ലിഷ് ചെയ്ത ബുക്സുകളാണ്. ഇതൊക്കെ വളരെ ചെറുപ്പ സമയത്തുള്ള ഫോട്ടോസ്. ഇവിടെയുണ്ട് കുറേ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട അന്ന് കിട്ടിയ അവാർഡുകൾ, മെമ്മോ, എന്താ പറയുക, ഓരോ ആളുകൾ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് മെമൻറ്റോസ്. ഇവരൊക്കെ എഴുത്തുകാരായിരുന്നു ബേസിക്കലി. അതുകൊണ്ട് തന്നെ കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ബുക്സാണ്. അവൾ എഴുതി പബ്ലിഷ് ചെയ്ത ബുക്സാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സ്കൂൾ കുട്ടികൾ വരണമൊക്കെ അന്ന് സൺഡേ ആയിട്ട് ടൂർ കൊണ്ടുവരുന്ന സ്ഥലമാണ് തോന്നുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെ ഇവിടെ ബാർകോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ചേട്ടൻ ദയവായിട്ട് ഇപ്പം എന്ത് പറ്റി? ക്ഷണിച്ചാ? എന്നാ വാ പോവാ. അപ്പോൾ അത് കഴിഞ്ഞു. ഇതാണ് അണ്ണാദുരൈയുടെ മ്യൂസിയം. സമയം ഇപ്പോൾ 10:30. ഇനി കരുണാനിധി മ്യൂസിയം അണ്ടർഗ്രൗണ്ടിലാണ്. ഒരു കുഞ്ഞി പട്ടി നടക്കണോക്കി എൻ്റെ ഉള്ളിൽ പെട്ടുപോയതെന്ന് തോന്നിട്ട്. ഇതാണ് എൻട്രി കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് LCD സ്ക്രീനിൽ അവരവരെ ഭരണ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സൗണ്ടാണ് കൂടുതൽ. ഒരു ഓപ്പൺ എയർ തിയേറ്ററൊക്കെ ഉണ്ടെന്ന്. AC ആണിത്. ഇവിടെ ഒരു പാസ് ഉണ്ട്, പക്ഷേ ഫ്രീ ആണ്. ടിക്കറ്റ് റേറ്റ് ഒന്നുമില്ല. കരുണാനിധിയുടെ ചെറുപ്പകാലം അകത്ത് കയറിയപ്പോൾ നല്ല സുഖട്ടോ. ഫുൾ AC ആണത്. കലൈഗ്നർ ഇൻ പിക്ചർ. ഇതെന്തോ തിയേറ്റർ മാറ്റത്തെ പരിപാടിയെന്ന് തോന്നുന്നു. ഞങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും തിയേറ്ററാണ്. ഇതന്നത്തെ പഴയ ഫോട്ടോസ്. ഇത് പെയിൻറ്റിങ് ഉണ്ട്, ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. ഇതൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കണാണെന്ന് തോന്നുന്നത്. വെങ്കലത്തിൽ എന്തോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണാണ്. പഴയകാല കരുണാനിധി. പഴയ ഒരു കുട്ടിയുടെ രൂപം കണ്ട. ഇതൊക്കെ വെങ്കലത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങൾ. 1938, 1934 ഇതൊരു കാലഘട്ടങ്ങളാണുള്ളത്. ഇത് വളരെ ചെറുപ്പം, അതിലും കുറച്ച് മുതിർന്ന പ്രായമാണത്. പണ്ട് നാടകം ഒക്കെ ആയിട്ട് തിരക്കഥയൊക്കെ ആയിട്ടാണ് നേരുന്ന കാലഘട്ടം എന്നുകൊണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇതൊക്കെ എന്താണ് എഴുതി വെച്ചേക്കുന്ന ഒരു ഐഡിയ ഇല്ല. എന്നാലും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ആളെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആണോ അതിന് ശേഷം വന്ന ഓരോ ചരിത്രങ്ങളും
അന്ന് നടന്ന കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡ് വേണം, എം കരുണാനിധി ചീഫ് മിനിസ്റ്റർ, ഇതൊക്കെ അത് തന്നെയാണ് അന്നത്തെ. ഇതൊക്കെ വളരെ പ്രായമായിട്ട് മരിക്കുന്ന സമയത്തിന് മുമ്പുള്ള ഫോട്ടോസ് ഒന്നും ഉണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതാണ് മരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ഇത് ലാസ്റ്റ്, അതായത് തുടക്കം ജനനം മുതൽ ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൽ ലാസ്റ്റ് എൻഡ് വരെയാണ് ഇവിടെ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത തിയേറ്ററുമാരി സ്ഥലമാണ്. ഇവിടെ ഒരു പരിപാടി ഉണ്ടോ, സെൽഫി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരുണാനിധിയെ കൂടി സെൽഫി എടുക്കണമെങ്കിൽ അവർ ബുക്സും, അതായത് അവരെ ഓഫീസിലുള്ള മാതിരി തന്നെ ഒരു സെൽഫി കിട്ടും. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ കൊള്ളാല്ലേ പരിപാടി. ഫ്രീ ആണത്. നമ്മളെ മൊബൈലിലോട്ട് വാട്സപ്പിലോട്ട് ഈ ഫോട്ടോ വരും. അവിടെ DSLR ക്യാമറയൊക്കെ ഉണ്ട്. സെൽഫി വിത്ത് കലഞ്ഞിട്ടുണ്ടോ. ഇവിടെ 3D ഹോളോഗ്രാഫി ഷോ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഇതെന്തോ മെയിൻ്റനൻസ് നടക്കണം, അത് കാരണം അവർ അകത്തോട്ട് കയറുന്നില്ല. ഇവിടൊക്കെ ഇത് തന്നെ കേട്ടോ ഒരേ പരിപാടികളിൽ. ഇവിടെ എമർജൻസി എക്സിറ്റ്, കലൈഞ്ഞർ പൊളിറ്റിക്സ് ആൻഡ് ആർട്ട്. ഇതൊരു തിയേറ്ററാണ്. അത് തിയേറ്ററാണ് ശരിക്കും. ഇവിടെയും തിയേറ്റർ, ഒരു 3-4 തിയേറ്റർ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇത് കൊള്ളല്ല. ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് 3D വിഷ്വലായിട്ട് വേറൊരു സംഭവം കാണാം അവിടെ. എന്താ ടെക്നോളജി അല്ലേ. ഇതവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട്. പുള്ളിയായിട്ടൊരു ഇൻട്രാക്ഷൻ നമുക്കിവിടെ വേണമെങ്കിൽ ഇരുന്ന് നടത്താം. ഇതൊക്കെ ഒരേ പരിപാടികളാണ്. ഇത് ഇവിടുന്ന് എക്സിറ്റ്. ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള മീറ്റിങ്ങിനാണ്. ഇത് കണ്ട, ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രെയിനാണ്. ആൾക്കാർ ക്യൂ നിൽക്കണ്ട. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കരുണാനിധി വന്ന് ഇവിടെ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയത് മുതൽ അദ്ദേഹം മരിക്കുന്നവരെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ട്രെയിനിലിരുന്ന് ഒരു വിഷ്വലി, ട്രെയിൻ പോകുന്ന കൂടെ തന്നെ നമുക്ക് ആ ചരിത്രം നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ നിന്ന് എക്സിറ്റ് ഇടാം. ഇത്രേ ഉള്ളൂ. അവിടെ നിന്നാണ്ട് പുറത്തോട്ട് പോവാം. വാ. ഇത് ഉഗ്രനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻട്രി ഫീസ് ഒന്നുമില്ല. ഇത് വന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ടെക്നോളജി ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ഇന്നലെ നമ്മൾ വന്ന സമാധി ഉണ്ട്, ജയലളിതയുടെ MGRൻ്റെ. ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ടത്. ഒരു മതിൽ അപ്പുറത്ത് ഇപ്പുറത്തോടെ നിൽക്കണത്. കരുണാനിധിയുടെ മ്യൂസിയം ഉണ്ടല്ലോ, അത് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതായത് ആധുനിക ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT, പിന്നെ ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള തിയേറ്ററുകളും ആ പഴയ കാലഘട്ടം, അതായത് ആൾ ഇവിടെ വന്നിറങ്ങിയ കാലഘട്ടം മുതലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ചരിത്രം പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു മ്യൂസിയം. ചെന്നൈയിൽ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കലൈഞ്ഞർ മ്യൂസിയം. അണ്ണാദുരയുടെ മ്യൂസിയത്തിൽ പിന്നെ അത്രയും ഇതില്ല, എന്നാലും കരുണാനിധി ഒരുപാടുണ്ട്. ആ ഫാൻ കൊള്ളാല്ലേ. ഹൗ മച്ച്? 400. എമർജൻസി ലൈറ്റും ഉണ്ട്. ശരി. അങ്ങനെ കൊണ്ടടക്ക സാധനം എപ്പോൾ ചീറ്റാവെന്ന് പറയാൻ പറ്റില്ല. ചൈനയുടെ സാധനമാണ് അത്. എന്താ എലഞ്ചിപ്പഴം. ഇതിവിടെ നിന്ന് ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്ടോ. വള, മാല, കമ്മൽ. ഇവിടെ ഒരു കടകൾ ആക്റ്റീവായി തുടങ്ങിയിട്ടാ. ഇത് സിവിൽ സ്റ്റേഷനാണ് കേട്ടോ. ജനന മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്, റേഷൻ കാർഡിൻ്റെ പരിപാടിയൊക്കെ ഉള്ള അതൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളും സെൻട്രലൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണത്. അടിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുന്നത് ബീച്ചാണ്. ബീച്ചിൽ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ മൊത്തം ഭക്ഷണത്തിൻ്റെ സ്റ്റാളുകളുണ്ട്. ബോംബെ ബേൽപൂരി. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു, അന്നേരം പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. കരിമ്പ് ജ്യൂസ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞു ഒരുപാട് കടയിൽ. ചോളം. ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്നത്. കണ്ടോ, ഈ അറ്റമല്ല, 2 സൈഡിലും മുഴുവൻ ഈ ഒരു ചിപ്പികളെ കടകൾ, അതുപോലെ കരിമ്പിൻ്റെ ജ്യൂസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഇവിടെ എന്താ നോക്കട്ടെ. ഇവിടെയൊക്കെ സോഡ, നാരങ്ങ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. കരിമ്പ് ജ്യൂസ് എത്ര കടകളാണ് ഇവിടെ. കണ്ടത് അങ്ങേറ്റം വരെ ഉണ്ട് കേട്ടോ. ഒക്കെ വെള്ളക്കടയാണ്.
ഇത് കൊള്ളല്ലേ? ഇനി എന്നാ വില? 250. 250 രൂപയാണ്. ഇപ്പോൾ സമയം ഒരു 11:30-12 മണി ആവറായി. ഞായറാഴ്ച ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച നേരത്തെ തുറക്കും. ഞായറാഴ്ച ആയിട്ട് പോലും ഈ ഒരു സമയത്തും പല കടകളും തുറന്നിട്ടില്ല ഇവിടെ. എന്താണെന്നറിയില്ല, ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ആൾക്കാർ വരവ് കുറവായിരിക്കും. അതാണ് സൺഡേയിൽ പോലും കണ്ട കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളം പൂച്ചാൽ ഇവിടെ ഇരുന്നോ പഴയ കാലത്തൊരു ബെഞ്ചുള്ള അല്ലേ? അതിനുണ്ട് കൊള്ളാം. സോഡ അല്ലേ ഇതിൽ? സോഡ ഒഴിച്ചില്ലേ? എനിക്കൊരു നാരങ്ങ സോഡ മധുരം കിട്ടി. 40 രൂപ ഒരെണ്ണം, 80 രൂപ രണ്ടെണ്ണം. ആ നാരങ്ങ വെള്ളം 40 രൂപ കുറച്ച് കൂടുതലാണ്. ഇവിടെ ടൂറിസ്റ്റുകളെ ശരിക്കും താങ്ങേണ്ടി വരും. പിന്നെ വരില്ലല്ലോ, ഒരു പ്രാവശ്യമല്ലേ വരുള്ളൂ. ഇതിൻ്റെ അകത്തൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഇന്നലെ വന്നപ്പോൾ ഫുള്ള് കാലിയായിരുന്ന ഒരു വഴിയാണത്. ടാറ്റൂവിൻ്റെ കടയ്ക്കുണ്ട് ഇവിടെ. ഇവിടെ മൊത്തം ബാഗ്, ചെരുപ്പ്, കരിമ്പിൻ ജ്യൂസ്, ബേൽപൂരി, പാനിപ്പൂരി, അതിൻ്റെ കടകളാണ് ഇവിടെ. ഇപ്പം കംപ്ലീറ്റ് നടക്കാൻ കുറച്ച് പണിയാണ് ഇവിടെ. കടപ്പുറല്ലേ, മണ്ണ് കണ്ട. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ കന്യാകുമാരിയിലൊക്കെ ചെന്ന് വിട്ടൊരു ഫീൽ കിട്ടുക. പോണ വഴിയിലൊക്കെ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ടേ യൂട്യൂബിൻ്റെ കോപ്പി റൈറ്റ് എപ്പോഴും അടിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എല്ലാ കടകളിലും പാട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് പാട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇതേണ്ട, ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല തിരക്കാണത്. ആൾക്കാർ സ്നാക്സ് മേടിയോ മേടിച്ച് കഴിക്കണത്. ഇതെന്നാ വില? 100 rupees. 100 rupees. മീൻ എന്താ ഐക്കൂറ? ഐക്കൂറ് ഇല്ല, 100 ചപ്പ. അത് ശരി. ഒരു പീസിന് 100 രൂപ. പിന്നെ അങ്ങടെ മുകളിലോട്ട് പോകട്ടോ മീനിൻ്റെ വലിപ്പനുസരിച്ച്. ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, ബീച്ചായി. ഈ സമയത്തൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടോ, പൊള്ളിയിട്ട് പാടില്ല. സമയം 12 മണിയായി. നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ബസ് കയറാം, ട്രിപ്പിളിക്കാനെ പോവുക, ഭക്ഷണം കഴിക്കുക, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടി. ഇത് കൊള്ളാലോ, വലിയ ശംഖ്. എന്നാ വില അത്? 1 പീസ്. ഓ, 150 രൂപ ഒരു പീസ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മളെടുത്ത ബീച്ച് തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ വെറുതെ നടന്ന സ്ട്രീറ്റ് ഫുഡ് നോക്കാൻ വേണ്ടി നടന്നു വന്നതാണ്. ഇപ്പോഴും ആൾക്കാർ തിരക്കുണ്ട്, കുളിച്ചുകൊണ്ടിരിക്കേണ്ടത് നട്ടപ്പാറ വെയിലത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് പതുക്കെ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ബസ് കയറാൻ നമുക്ക് കണ്ടോ നല്ല മഴക്കാറുണ്ടാ. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ വെള്ളം അടി പോകില്ല, അതാണ് പ്രശ്നം. റൂമിലിരിക്കാൻ പറ്റുള്ളൂ. ചെന്നൈയിൽ മഴയായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും മഴ ചാരി തുടങ്ങിയിട്ടാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളാണ്.